നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ബീഫ് ഫ്രൈഡ് റൈസ് ആണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിരിയാണി അരി വേവിച്ച് ചോറാക്കി വെച്ചിരിക്കുന്നത്, ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി വെച്ചിരിക്കുന്നത്, ഉപ്പ്, കോൺഫ്ലോർ, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യാപ്സിക്കം. ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്. ആദ്യമായിട്ട് നമുക്ക് ഈ ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ഒരു 1/4 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. സ്പൈസി ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗരം മസാല ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ഇതിലേക്ക് ജസ്റ്റ് ഒരു ചെറിയ കോട്ടിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോൺഫ്ലോർ ആഡ് ചെയ്യുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1.5 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലവറിൻ്റെ ചെറിയൊരു കോട്ടിങ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി നല്ല കട്ടിയുള്ള ചൂടുകട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബീഫിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ നല്ലൊരു കട്ടിയുള്ള പാത്രമാകുമ്പോൾ ചൂട് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെയാണ് പെട്ടെന്ന് പറ്റും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം.
ഒരു സൈഡ് ഏകദേശം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ബീഫ് സെപ്പറേറ്റ് വേവിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിനുവേണ്ടി ഇളക്കിയിട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, വെന്ത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അമ്മേ, ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറുതായിട്ട്. ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യാം. വേറെ വെജിറ്റബിൾസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്ക് വേറെ വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതാണ്. ഹൈ ഫ്ലെയിമിലിട്ട് ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ക്യാപ്സിക്കത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചോറിനൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതിന് വേണ്ടത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ഒന്ന് വാടി അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ബീഫ് ഫ്രൈ ചെയ്തതും കൂടെ ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ചോറ് ആഡ് ചെയ്യാം. നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർക്കാം.
2 സ്പൂൺ സോയാ സോസ് ചേർക്കുക. പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലി സോസാണ് ചേർക്കുന്നത്. അതൊരു 2 സ്പൂൺ ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ ബീഫ് ഫ്രൈഡ് റൈസ്.